എന്റെ ഫാദർ ആളായിരുന്നു. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു ഗായകൻ കൂടിയാണ് സാർ. ആണോ? പാട്ടൊക്കെ പാടും. നീ നല്ലോണം പാടുവോ? ഒന്ന് പാടി രണ്ടുപേരും ഒന്ന് പാടോ? ഞാൻ പാടാം. ആള് പാടുന്നേ രണ്ടുപേരും പാടാം. സാധാരണ പ്രതികളെ മുന്നിൽ പാടാൻ പറ്റാത്തതാ. എങ്കിലും ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആശ്വസിക്കുക. ഈ വിലാസലോല ഭൂമിയിലാരുവെന്നു സുഹൃത്തെ എന്നും ശത്രുക്കൾ അത്യന്നു വരുവാനൊപ്പം സുഖം കണ്ടു ഞാൻ. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആശ്വസിക്കുക. ഈ വിലാസലോല ഭൂമിയിലാരുവെന്നു സുഹൃത്തെ എന്നും ശത്രുക്കൾ. ഒക്കെ അറിയത്തില്ല കേട്ടോ. മതി. നിന്റെ സൂപ്പിയിലൊന്നും വേണ്ട. നിന്നെ എന്തിനാ കൊണ്ടുവന്നറിയോ? അറിയത്തില്ല. നീ ഇന്നലെ 8 മണിക്ക് എറണാകുളം സിറ്റിയിലുണ്ടായിരുന്നു. എഴുന്നേറ്റില്ല. കൂടെ ഉള്ളവരായിരുന്നു രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നല്ലോ. നിന്റെ കഴുത്തേലും കയ്യിലും എന്തുവാടായത്? ആവരണം മൊത്തം നിന്റെ ദേഹത്തുണ്ടല്ലോ. നീ എറണാകുളം സിറ്റിയിൽ ഇന്നലെ രാത്രി 8:30 എന്തിനാ പോയത്? ആർക്ക് ഫുഡ് മേടിക്കാൻ? നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിനക്ക് യഥാർത്ഥത്തിൽ എന്താ ജോലി? അങ്ങനൊന്നുമില്ല. ചിരിക്കാതെ മര്യാദക്ക് പറയടാ. എല്ലാം അറിഞ്ഞുകൊണ്ടാ സാറ് ചോദിക്കുന്നത്. സത്യം പോലെ പറഞ്ഞു. നീ കൂലിപ്പണിക്ക് നീ പോവാറുള്ള ആളെ. നിനക്കപ്പോ സൈഡായിട്ടാണ് ചെറിയ ചെറിയ മോഷണങ്ങൾ, പോക്കറ്റ് അടി, സ്വഭാവങ്ങൾ. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ ആരാ? അവിടെ വെച്ചിരിക്കുന്ന CC ക്യാമറ വെച്ചിരിക്കുന്ന വലിക്കാനല്ല, നിന്നെ പോലുള്ള ക്രിമിനലുകളെ കൊണ്ടുവരാനും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയാ ഞങ്ങളെ പോലുള്ളവർ അവിടെ സാധനം. അങ്ങനെയല്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. നിന്റെ കൂടെ ലേഡീസ് ഇല്ലായിരുന്നു. നിനക്ക് കൂലിപ്പണി കഴിച്ചത് സൈഡായിട്ടാണോ നിന്റെ ബിസിനസ്? എടാ, നാട്ടുകാരുടെ പാവപ്പെട്ട മനുഷ്യരുടെ ഉച്ചിട്ട നിന്നാണ് നീ വീർപ്പിച്ച് നടക്കുന്നത്. നാണോ ഉണ്ടോ നിനക്ക്? നിനക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ? ഇനി എന്തായാലും നീ ഒന്നും പറയണ്ട. കോൺസ്റ്റബിൾ അവരെ പിടിച്ച് ലോക്കപ്പിൽ